ഇപ്പോൾ വിവാഹത്തിന് മുൻപ് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വീട്ടുകാർ വന്ന് ജാതകം നോക്കുക, ഇവർ ചേരുമെന്ന് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇവർക്ക് ഈ കല്യാണത്തിന് മുൻപ് മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുമോ? അത് ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പെൺകുട്ടിയുടെ ആയാലും ആൺകുട്ടിയുടെ ആയാലും നമുക്ക് ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വിവാഹത്തിന് മുമ്പ് ഉണ്ടാവുന്ന ബന്ധങ്ങളൊക്കെ ഇന്നിപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്, ന്യൂജനാണ്, ഇതൊക്കെ സ്വാഭാവികമാണ്, നോർമലൈസ്ഡ് ആണ്. ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. അല്ല, അതെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ജാതകം എന്ന് പറഞ്ഞാല് ഒരാള് ജാതകം എഴുതിയിട്ടുണ്ട്, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതെങ്കിലോ? മനസ്സിലായില്ല. ഈ ജാതകം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മാറുന്ന ഒന്നാണോ? ജാതകം എന്ന് പറയുന്നത് മാറുന്നില്ല. ജാതകം എന്ന് പറയുന്നത് എന്താണ്? ഗ്രഹനിലയാണ്. ഗ്രഹനില നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ രാശിയിൽ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഗ്രഹനില. ആ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ജ്യോതിഷ പണ്ഡിതൻ അയാളുടെ അറിവനുസരിച്ച് ഇത് ഇയാൾ എന്തൊക്കെയായി തീരും, ഇയാൾക്ക് എന്ത് തൊഴിൽ കിട്ടും, ഇയാൾ എന്ത് പഠിച്ചാൽ ഇയാൾക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും, ഇയാൾക്ക് വിവാഹം എത്ര വയസ്സിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റി, ഭാവിയെ പറ്റിയുള്ള ദീർഘവീക്ഷണമാണ്, ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഇയാൾക്ക് ഒരു വഴികാട്ടിയാണ് ഈ ജാതകം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന സമയത്ത് ഇന്ന ദശാകാലത്ത് ഇന്ന രോഗം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. ഓക്കെ. അപ്പൊ ഈ ഒരു സമയത്ത് ജാതകം എഴുതി, പക്ഷെ ഒരു 10, 15, 18 വയസ്സിന് ശേഷമാണ് ഇത്തരത്തിൽ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ നേരത്തെ എഴുതപ്പെട്ടൊരു കാര്യമല്ലേ നടന്നത്? എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടന്ന് കറക്റ്റ് ആയില്ലേ, ഒരുപോലെ വന്നില്ലേ? അത് ഈ പറഞ്ഞ ഇയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാവണമെന്നില്ലല്ലോ, അത് അയാളുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നടന്നു എന്നാണോ? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ആളുടെ ക്യാരക്ടറാണ് ആ പറഞ്ഞേക്കണേ, ക്യാരക്ടറാണ് ജാതകത്തിൽ പറഞ്ഞേക്കണേ. അപ്പൊ അത് ആള് ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സ്വഭാവ ദൂഷ്യം തന്നെയാണ്. അത് ദൂഷ്യമാണ്. സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അത് ഇപ്പം മേഘ ഇപ്പം നല്ല ആളാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് മേഘ കാണുന്ന ആളുകളാണ് അല്ലേ? ഞാനിപ്പോ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞാൽ മതിയോ? ആളുകൾ കുറച്ച് പേര് എന്നെ നല്ലവനായി കാണും, കുറച്ച് പേര് മോശക്കാരെ കാണും. എല്ലാവരും ഇപ്പൊ ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് നമ്മുടെ ശരിയെന്ന് തോന്നുന്നു നമുക്ക് ചെയ്തു പോകുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒരു വിവാഹത്തിന് മുൻപ് ജാതകം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചേർച്ച നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണ് നോക്കാറുള്ളത്, അപ്പോൾ വ്യാപകമായി കാണാറുള്ളത്? അങ്ങനെ തടസ്സം എന്ന് പറഞ്ഞാൽ അതൊക്കെ നോർമലി നമ്മൾ പണ്ട് പുരാതന കാലം തൊട്ടേ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാരെല്ലാം ഒരുപോലെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ചന്ദ്രനുള്ള പൊരുത്തം, ലഗ്നാലുള്ള പൊരുത്തം, പിന്നെ 7 8 പാവഗ്രഹങ്ങളിലെ പൊരുത്തം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന വിവാഹത്തിനുള്ള ജാതക പൊരുത്തമൊക്കെ നോക്കി നിശ്ചയിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം ഈ പറഞ്ഞ ഇങ്ങനെ പൊരുത്തം നോക്കി അതെല്ലാം 100% സക്സസ്ഫുൾ ആണോ? ലൈക്ക് അത് പറയുന്നത് പോലെ അച്ചട്ടായിട്ട് നടക്കാറുണ്ടോ? അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇല്ല. അതാണ്. അപ്പം ഈ ഏറ്റവും കൂടുതൽ ഈ ജാതകം നോക്കിയിട്ട് ഈ വിവാഹം നടക്കുന്നത് മാത്രമല്ല, മുഹൂർത്തത്തിനകത്ത് പിഴവ് സംഭവിക്കുന്നതും ഡിവോഴ്സിന് കാരണമാകാറുണ്ട്. ഓക്കെ. അത് ഈ വിവാഹ മുഹൂർത്തത്തിന് പലരും പല രീതിയിലാണ് ഉൾക്കൊള്ളിച്ചേക്കണത്. അപ്പൊ അത് വിവാഹത്തിന് മുഹൂർത്തം എടുക്കുമ്പോൾ ഈ അഷ്ടമത്തിലും 12ാം ഭാവത്തിലും ശുദ്ധിയില്ലാതെ വരിക, ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടാകാതിരിക്കുക, പിന്നെ അതുപോലെ വിവാഹത്തിന് കഴിഞ്ഞിട്ട് പെൺകുട്ടി വീട്ടിലേക്ക് കയറുന്ന സമയം, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മുഹൂർത്തമുണ്ട്. അപ്പോൾ ആ മുഹൂർത്തത്തിലല്ല കയറുന്നതെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പെൺകുട്ടി വീട്ടിൽ കയറുന്നത് നിൽക്കില്ല. അപ്പൊ പെൺകുട്ടി ആ വീട്ടിൽ നിൽക്കില്ല, പെൺകുട്ടി തിരിച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ പോകും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റു വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പം പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടുള്ള പയ്യൻ വിദേശത്താണ് എങ്കിൽ വിദേശത്ത് വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഇവരുടെ വീട്ടിലോട്ട് വരിക. അവിടെ നിൽക്കില്ല ഒരു കാരണവശാലും. ചിലപ്പോൾ ഒരാഴ്ച ഇവിടെ നിന്നാ പറയും എനിക്ക് പനിയാൻ വീട്ടിൽ പോകാന്ന് പറയും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനൊക്കെ മെയിൻ റീസൺ ആയിട്ട് നമ്മൾ കൂടുതൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ജാതക പൊരുത്തത്തിനകത്ത് വന്നുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ച് പെൺകുട്ടീനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന പാകപ്പിഴകളാണ്. അത് ചരം, സ്ഥിരം, ഉഭയം, അങ്ങനെയാണ് രാശികൾ പറയുക. അപ്പോൾ സ്ഥിരരാശിയിൽ വേണം പെൺകുട്ടി വീട്ടിൽ കയറ്റാൻ. അപ്പോൾ പലയിടത്തും ഈ പെൺകുട്ടി വീട്ടിൽ കയറ്റുന്നത് ഉഭയരാശിയിലായിരിക്കും. ഉഭയരാശി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് മാത്രം ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അപ്പോൾ പെൺകുട്ടിയെ ഈ പറയുന്ന വീട്ടിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ സ്ഥിരരാശിയിൽ വേണം കയറ്റാനായിട്ട്. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വരുമ്പം ബാക്കിയുള്ളത് പെൺകുട്ടി വീട്ടിലേക്ക് നിൽക്കാതെ വരും. അപ്പോൾ ആ പെൺകുട്ടിയെ മാത്രം നമ്മൾ പഴിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ അതിനവിടെ നിൽക്കാൻ തോന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനും ഇതുപോലെ സമയം കുറിച്ചു കൊടുക്കുന്ന സംഭവങ്ങളുണ്ടോ? ഇന്ന സമയത്തിനുള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അങ്ങനെ നമ്മൾ ആർക്കും
അങ്ങനെ കുറച്ച് കൊടുക്കാറില്ല. നോർമലി എൻ്റെ അറിവിൽ അങ്ങനെ കുറച്ച് കൊടുക്കാറുമില്ല. പിന്നെ അതിനെപ്പറ്റി എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളും ഒരാൾ ഇച്ചിരി നെഗറ്റിവിറ്റി ഉള്ള ഒരാളും ആണെങ്കിൽ ഇത് തമ്മിൽ ട്രാൻസ്ഫർ ഉണ്ടാകുമോ? ഈ പോസിറ്റീവ് ആള് നെഗറ്റീവായിട്ട് മാറുമോ കാലക്രമേണ? അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാധദോഷ ദുരിതമാണോ? പോസിറ്റീവ് ഇപ്പൊ പോസിറ്റീവായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അച്ചീവിങ് ആയിട്ടിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക, ആ ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് നാളെ മുന്നോട്ട് പോവില്ലല്ലോ. ഒരാൾ നെഗറ്റീവായിട്ട് സംസാരിക്കും, മറ്റേ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും അടിച്ച് പിരിയുള്ളൂ. രണ്ടുപേരും ആ റിലേഷൻഷിപ്പ് ഒരുപാട് നാളൊന്നും പോവില്ല. ഓക്കെ, ഇത് ബാധാദോഷമാണെങ്കിലോ? ബാധാദോഷ ദുരിതമാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. തന്നെയല്ല, ഒരാൾക്ക് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് വിചാരിക്കുക, ഹസ്ബൻഡ് വന്നിട്ടുള്ള നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ വൈഫിനും ആ നെഗറ്റീവ് ബാധകമാണ്. ഇപ്പം വൈഫിനെ നല്ലൊരു തൊഴിലിനെ സംബന്ധിച്ച് പോവുകയാണെങ്കിൽ ജോലിക്ക് തടസ്സം ഉണ്ടാവാം, അല്ലെങ്കിൽ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാകാം. അത് ഹസ്ബൻഡിന് വരുന്ന എല്ലാ നെഗറ്റീവിനും ആ കുടുംബം മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഹസ്ബൻഡ് എന്നല്ല, ഒരു വീട്ടിലൊരാൾക്ക് നെഗറ്റീവ് വരുന്ന കുടുംബം മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും എന്നുള്ളത് മാത്രം. ചിലപ്പോൾ രോഗദുരിതമായിട്ടായിരിക്കാം, സാമ്പത്തിക പ്രശ്നമാകാം, അങ്ങനെ പല രീതിയിലായിരിക്കാം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ബാധാദോഷം വരുമ്പോൾ ഈ പ്രേതബാധ പോലെയാണോ? ഒരാൾ പിന്തുടരുന്നു, കൂടെ ഉണ്ടാകുന്നു എന്നതാണോ, അതോ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളാണോ? നെഗറ്റീവ്സ് പല രീതിയിലാണ്. അതായത് നമുക്കിപ്പം മൂന്നാം ഭാവം സഹായസ്ഥാനോട് ബന്ധിക്കണമെങ്കിൽ നമുക്കിപ്പം തൊഴിലായാലും നമ്മുടെ അയൽപ്പക്കമായാലും ആ ആൾക്കാരെല്ലാം നമുക്ക് ശത്രുക്കളായി മാറും, സഹായസ്ഥാനോട് ബന്ധിക്കപ്പെട്ട്. അപ്പം നമ്മുടെ തൊഴിലിൽ കൂടെ ജോലി ചെയ്യുന്നവരും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾ, നമ്മുടെ അയൽക്കാരായാലും നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ എല്ലാം നമുക്ക് ശത്രുക്കളായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും. പറഞ്ഞ് മനസ്സിലായല്ലോ? അത് തന്നെ 9ാം ഭാഗ്യസ്ഥാനമൊക്കെ ബന്ധിക്കപ്പെടുന്നെങ്കിൽ പലതും കപ്പിനും ചുണ്ടിനും വെച്ച് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ജോലി കിട്ടിയില്ലെന്നൊക്കെ പറയും, എല്ലാം റെഡിയാവും, അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് തന്നെ 10ാം ഭാവം തൊഴിലാണ് പ്രശ്നം വരുന്നതെങ്കിൽ, ബന്ധനം വരുന്നതെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെടാനോ സർക്കാർ ഉദ്യോഗ സസ്പെൻഷനിലേക്ക് പോകാനോ ഒക്കെ സാധ്യതയൊക്കെ കൂടുതലാണ്. പറഞ്ഞ മനസ്സിലായി? തൊഴിൽ എന്നും ഒന്ന് പ്രശ്നം നേരിടും, പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും, കൂടെ ചോദിക്കുന്ന ആളുകളെല്ലാം നമ്മളെ ചതിക്കും, അല്ലെങ്കിൽ നമുക്കിട്ട് പണി തരും. ഇതൊരു കാലാവധി പോലെ കുറച്ച് ഇപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കർമ്മിയെ പോയി കാണുകയോ ചെയ്തില്ല എങ്കിൽ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതങ്ങ് തനിയെ പോകുമോ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. നെഗറ്റീവ് വന്നിട്ട് നമ്മളതിന് കൃത്യമായിട്ട് നമ്മളതിന് മാറ്റിയില്ല എങ്കിൽ അത് അതിൻ്റെ അടുത്ത തലത്തിലേക്കേ പോവുള്ളൂ. ഇപ്പം തൊഴിലുണ്ടാകുന്ന ചെറിയ പ്രശ്നം തന്നെ അത് രൂക്ഷമായി പിന്നീട് തൊഴിൽ നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിലേക്കോ മാറും. അപ്പൊ ആ ട്രാൻസ്ഫറിൽ പോയാലും പിന്നെ അവിടെ ചെല്ലുന്നിടത്ത് വീണ്ടും പ്രശ്നമായിരിക്കും. ഇപ്പൊ വിവാഹത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലായാലും ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും, തർക്കത്തിലേക്ക് മാറും, അടിപിടി കലഹത്തിലേക്ക് മാറും, കേസ് കൂട്ടങ്ങളിലേക്ക് മാറും. അങ്ങനെ അതിന്റെ എക്സ്റ്റൻഷനിലേക്കൊക്കെ പോവുള്ളൂ. ഓക്കെ, ഒരു വിവാഹമാണെങ്കിൽ ആ ബന്ധം വേർപെടുത്തി അടുത്ത ബന്ധത്തിലേക്ക് കടന്നാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ വ്യക്തിക്ക് ആ പേഴ്സണൽ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡാണ് പ്രശ്നമാണെന്ന് വിചാരിക്കാം. അപ്പം വൈഫ് ഡിവോഴ്സ് ചെയ്തിട്ട് പോയി, വൈഫിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഡിവോഴ്സ് കഴിയുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു, അവർ വിവാഹം കഴിച്ചിട്ട് വേറെ സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഈ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നെഗറ്റീവാണ്. അപ്പം അയാൾക്ക് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാകും, സ്വാഭാവികം. അതിങ്ങനെ തുടർന്നുകൊണ്ടേ. പക്ഷെ ഇതിന് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഒരു കർമ്മിയെ കണ്ടതിന് പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. ഇതിന് ശരിക്കും പറഞ്ഞ ഒരു ആചാര്യനെ കണ്ടെത്തി അതിന് എന്താണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്, അതിന് കൃത്യമായിട്ട് എന്താണോ പരിഹാരം ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ ഇതിൽ പുറത്തു വരൂ, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള റിലീഫ് ഉണ്ടാവുള്ളൂ.